ഹലോ ഗൈസ്, ഞങ്ങളിവിടെ മാത്രയിൽ വന്നിരിക്കുകയാണ്. ഫൈനലി എൻ്റെ കൂടെ ആരാന്ന് കാണണോ? ജസ്റ്റ് ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ആക്ച്വലി നമ്മൾ മടുത്തിരിക്കുകയാണ്. ഒത്തിരി ദൂരമുണ്ട് ഇനിയും നടക്കാൻ. എല്ലാ പോയിൻറ്റും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എപ്പോൾ കവർ ചെയ്യണം ജസ്റ്റ്. പക്ഷേ നല്ലതാണ്. നടന്ന് നടന്ന് മനുഷ്യൻ്റെ ഉപ്പാട് തീരും. ഇന്നിങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചിരി വരുന്നുണ്ട്. ഇവിടെ ഒരു തൊള്ളു റേഞ്ചില്ല ഗൈസ്, ഒരു തൊള്ളു റേഞ്ചില്ല. ഇവിടെ എങ്ങാനും ഒരു മനുഷ്യൻ ചത്തുപോയത് അറിയത്ത പോലും. ഇപ്പം ഇൻ കേസ് ഇവിടെ വെച്ചൊരു ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ CPR കൊടുക്കാൻ പോലും ആരും ഇല്ല ഗൈസ്. അപ്പം ഞങ്ങളുടെ വ്ലോഗ് ഇനിയും പ്രതീക്ഷിക്കാം. ഇനിയും കുറേ സ്ഥലം ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ബൈ. ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഫൈനലി ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ ഈവനിങ് ആവണം, ഇവിടെ ഷോപ്പൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ. നോക്കാം. അതുവരെ ഞങ്ങൾ എവിടം വരെ നടന്നെത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വൈബൊക്കെ ഞങ്ങൾ വഴിയേ കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഈ വ്ളോഗ് ഒരു നല്ലൊരു എന്താ പറയുന്നത്, എനിക്കിങ്ങനെ വ്ളോഗൊന്നും ചെയ്യാൻ അറിയത്തില്ല ഗൈസ്. പിന്നെ ജസ്റ്റ് ഫോർ എ മെമ്മറി റൈറ്റ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുതിരപ്പുറത്താണ് കേട്ടോ, ഹോഴ്സ് റൈഡിങ്. അപ്പോൾ ഞങ്ങളുടെ ഗോഡി അവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ 2 കുതിരയുടെ പുറത്താണ് വന്നത് കേട്ടോ. വൺ ഈസ് ഏലിയൻ, വൺ ഈസ് പാൻഡ. കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. മടുത്തോ? ഞങ്ങളുടെ പാൻഡ ഇവിടെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വന്ന കുതിരയാണ് പാൻഡ. ഈ പാൻഡ എൻ്റെ കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം അവളുടെ ഏലിയൻ അവൾക്ക് കംഫർട്ടബിൾ അല്ലെന്നും പറഞ്ഞ് അവൾ ഏലിയനി മാറി എൻ്റെ പാൻഡയിലാണ് വരുന്നത്. എന്താ ഹായ് പാൻഡ, ഇതാണ് എൻ്റെ പാൻഡ കേട്ടോ. അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഏലിയൻ്റെ പുറത്താണ് വന്നത് കേട്ടോ. അപ്പം അവൾക്ക് അതിൻ്റെ തിരിക്കണ്ട, അതിന് അനുസരണ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ പുറത്ത് പോകും. ഇതാണ് എൻ്റെ ഏലിയൻ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഏലിയൻ്റെ പുറത്ത് പോകാൻ പോവാം. അതിൻ്റെ പുറത്ത് കയറാൻ പോവുകയാണ്. ജസ്റ്റ് ഇരിക്കുന്നുണ്ടോ എൻ്റെ പാൻഡയുടെ പുറത്ത് അവൾ ഇരിക്കുന്നത് കണ്ടോ? ഹായ് പറ ജസ്റ്റ്. അവനൊരു കുരുത്തക്കേടും ഇല്ലാതെ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. കാരണം ഞാനാണ് അവൻ്റെ പുറത്ത് ആദ്യം വന്നത്. അതുകൊണ്ട് അവൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നോക്കാം ഞാൻ അവളെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ. എന്തായാലും ഞാനിനി നമ്മുടെ ഏലിയൻ്റെ പുറത്ത് കയറാൻ പോവാം. ഏലിയൻ ഇത്തിരി കുരുത്തം കെട്ടവനാണ്. നോക്കാം. അപ്പം ഗൈസ്, ഞാനിപ്പം ഏലിയൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. ഇവൻ എൻ്റെ കൂടെ ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ പാൻറ് ആയിരുന്നു, അതാണ്ട് അവളെ എടുത്തോണ്ട് പോയി എൻ്റെ പാൻറ്റേന്. നോക്കാം കേട്ടോ. എൻ്റെ ഏലിയനാണ്ട് വേറെ 2-3 ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. शुभम, इसका नाम शुभम है? शुभम और कौन है? ഓ, വെറൈറ്റി പേരുകളാണ് കഴിച്ച് വെച്ചിരിക്കുന്നത്. ഏലിയൻ കൊള്ളാം, പക്ഷേ പാൻഡേനെ നോക്കും. എങ്ങനെയുണ്ട് എൻ്റെ പാൻഡ? പക്ഷേ ഏലിയൻ ഇത്തിരി കുരുത്തം കെട്ട, അവനിത്തിരി കുരുത്തം കെട്ടവനാണ് കേട്ടോ. അവൻ എന്നെ താഴേക്ക് ഇടാൻ നോക്കുന്നുണ്ട്.
ഈശ്വരാ എൻ്റെ അയ്യപ്പാ. അത് ഞാനിരുന്നത് കൊണ്ടാ എൻ്റെ പാവ എൻ്റെ പാൻ്റെ. ഈ ഏലിയും കുരുത്തം കേട്ടവനാട്ടോ. അയ്യോ ഇവൻ എന്നെ മറിച്ചിടുമെന്നാ തോന്നുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ബാലൻസ് വ്ലോഗ് പിന്നെ എടുക്കുന്നതായിരിക്കും. ഓക്കെ ബൈ.